ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ജിടെക് മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ്. ഓട്ടോമാറ്റിക്കലി ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ. അപ്പോൾ ഇതാണത്. ഇപ്പം നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഒരു 300 രൂപയ്ക്കകത്ത് മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇപ്പോൾ കൊറോണയുടെ കാലം ആയതുകൊണ്ട് എല്ലാവരും വെളിയിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെച്ചിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ബോട്ടിൽ ചെന്ന് തുറന്ന് അത് കൈയാക്കിയിട്ടാണ് നമ്മൾ കയ്യിൽ തൂത്ത് ക്ലീൻ ചെയ്യുന്നത്, മുഴുവൻ വൈറസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരത്തേക്കും എല്ലാവരും വന്ന് തൊടുന്നതുകൊണ്ട് ഇത് പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ട് വരുന്ന ആരെയും വൈറസിന്റെ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ പകരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കൈ കാണിക്കുന്നു, കയ്യിലോട്ട് വീഴുന്നു. അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഹാൻഡ് സാനിറ്റൈസറോ ഹാൻഡ് വാഷോ എന്താണെങ്കിലും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കാണ്, നമ്മളത് കൈകൊണ്ട് തൊടുകയൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഈ സെൻസറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ കിറ്റ് എല്ലാം അവൈലബിൾ ആണ്, ഓൺലൈനിലെല്ലാം കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ട് ആണല്ലോ, ആമസോൺ ആണല്ലോ. അപ്പോൾ അതിന് ഏകദേശം 800 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻസർ മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കല്ല, നമുക്ക് കടകളിൽ തന്നെ ഇലക്ട്രോണിക് ഷോപ്പുകളിലെല്ലാം കിട്ടുന്നതാണ് ഈ ഒരു മോട്ടറും. പക്ഷേ ഈ മോട്ടർ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്, ഞാനത് മേടിക്കാൻ പോയില്ല. അപ്പം ബാക്കി ഒരു ഇതൊക്കെ വേണം, അതിനൊക്കെ നമ്മുടെ കടകളിൽ തന്നെ കിട്ടുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണം, അത് ഒത്തിരി പൈസയാവും. അപ്പം ഇതെനിക്ക് ഏകദേശം 300 രൂപയ്ക്കകത്തേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തന്നെയല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല ബെൽ ബട്ടണും കൂടെ അമർത്തണം. എന്നാലും ഞാനിടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് അതിനുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കമ്പോണൻസ് ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. അതിപ്പം ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു IR പ്രോക്സിമിറ്റി സെൻസറാണ്. നമ്മുടെ മോഷൻ ക്യാപ്ചർ ചെയ്യുന്നൊരു ഇതാണ്, ഇതുവഴിയാണ് നമ്മൾ മോഷൻ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണം. പിന്നെയെന്ന് വെച്ചാൽ ഒരു 1K ഓമിൻ്റെ റെസിസ്റ്ററാണിത്. ഈ 1K ഓമിൻ്റെ റെസിസ്റ്റർ വേണം. പിന്നെ TIP 32C എന്ന് പറഞ്ഞൊരു PNP ട്രാൻസിസ്റ്ററാണിത്. അപ്പം ഇത് ബേസ്, ഈ സൈഡിലത്തെ ഇത് ബേസ്, നടുക്കത്തെ കളക്ടർ, ഇപ്പുറത്തെ എമിറ്റർ, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം 40 രൂപ, ഈ ട്രാൻസിസ്റ്ററിന് തന്നെ ഏകദേശം 40 രൂപ വിലയുണ്ട്. പിന്നെ ഈ റെസിസ്റ്റർ 1K ഓമിൻ്റെ 1 രൂപയുള്ളൂ. ഇതിന് ഏകദേശം 200 രൂപയോളം വിലയുള്ളതാണ് ഈ സെൻസർ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മോട്ടർ, പമ്പ് ചെയ്യുന്ന മോട്ടറാണ്. ഇതിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയാണ്. സാധാ ഒരു DC മോട്ടർ വെച്ച് ഇത് ലീക്ക് അടിക്കാതിരിക്കാനാണ് ഇതുപോലെ ടേപ്പ് വിട്ട് വെച്ചിട്ട് ചെറിയ മോട്ടറാണ് എനിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു നമ്മുടെ ഓസില്ലേ, ലെവൽ ഓസ് എന്ന് പറയുന്നത്, അതിനാണ് ഇത് കടയിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി വേണം. ഒരു 1/2 മീറ്ററോളം മതി. 1/2 മീറ്ററോളം നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയുടെ വലുപ്പം അനുസരിച്ചിരിക്കും. അപ്പം ഇത് വേണം. പിന്നെ നമ്മൾ ഇതുപോലൊരു കുപ്പിയാണ് ഉപയോഗിക്കുന്നത്, ബോട്ടിൽ. വീട്ടിൽ ഇരുന്നൊരു പഴയ ബോട്ടിലാണ്, ഒരു പാത്രം തന്നെയാണിത്. അപ്പം ഇത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 5 വോൾട്ട് ചാർജറിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ചാർജറിന് കണക്ട് ചെയ്യാനൊരു USB കേബിൾ വേണം. ഇതെൻ്റെ വീട്ടിൽ കിടന്നൊരു പഴയ USB കേബിളാണ്. അപ്പോൾ ഞാനിതെടുത്ത് നമ്മൾ അങ്ങനെ അറ്റം മുറിച്ചു. ഫോണിൻ്റെ കൂടെ കിട്ടുന്ന USB കേബിളാണ്. ഇതിനകത്ത് വേറെ എക്സ്ട്രാ 2 വയറൂടെ വരും, ഒരു വെള്ളയും ഒരു പച്ചയും കൂടെ വരും. അപ്പോൾ നമുക്കിതിനകത്ത് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചുമലയും കറുപ്പും മാത്രമേ ഉള്ളൂ. ഇതാണ് കറണ്ടിൻ്റെ 5 വോൾട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്കിതിൻ്റെ വർക്കിങ്ങിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഇതെടുത്ത് ആദ്യമേ ഈ 1Kയുടെ റെസിസ്റ്റർ. അപ്പം നമുക്ക് ഈ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ഔട്ട് ഗ്രൗണ്ട് VCC. ഈ VCC എന്ന് പറഞ്ഞാൽ പ്ലസ്, 5 വോൾട്ട് പ്ലസ് വരുന്നതാണ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കോമൺ ആയിട്ട് നമ്മൾ മൈനസ്, ഇതിനകത്ത് ഈ ബ്ലാക്ക് ഗ്രൗണ്ടാണ്, ഇതിനകത്തോട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മോട്ടറിലോട്ട് വരുന്ന ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിൻ്റെ ഇവിടെ നമ്മൾ ഈ 1Kയുടെ റെസിസ്റ്റർ എടുത്ത് ഇങ്ങനെ സോൾഡർ ചെയ്ത് വെക്കണം. ഇനി അതാണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത്. അപ്പം നമ്മളിത് ഇതിൻ്റെ ഈ ലെഗിലോട്ട്, ഈ ഔട്ട്പുട്ടിലോട്ട് നമ്മൾ ഈ റെസിസ്റ്റർ 1K ഓമിൻ്റെ റെസിസ്റ്റർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മളെടുത്തത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ് ഇങ്ങനെ വളച്ചിട്ടുണ്ട്. ബേസ് ഇങ്ങനെ താഴോട്ടും, കളക്ടർ മുന്നോട്ടും, എമിറ്റർ പുറകോട്ടും. ഇത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ബേസിലേക്ക് ഈ റെസിസ്റ്റർ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യണം. ഇതാണ് ഇനി അടുത്തത്.
അപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഈ റെസിസ്റ്റർ ഈ ലെഗിലോട്ട് ബേസിലോട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിൻ കണ്ടോ, ഈ സൈഡിലത്തെ പിന്നും ഈ സെൻസറിൻ്റെ VCC, അതായത് പ്ലസ് പോയിൻ്റ് വരും, +5 വോൾട്ട് വരുന്ന ഈ പിന്നും കൂടെ ഒരുമിച്ച് സോൾഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ പിന്നിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ചാർജറിൽ നിന്നുള്ള, നമ്മുടെ DC ചാർജറിൽ നിന്നുള്ള, അതായത് ഞാൻ കാണിക്കാം, ഈ പിന്നിൽ നിന്നുള്ള പ്ലസ് പോയിൻറ്റും ഇവിടെ തന്നെയാണ് വരേണ്ടത്. ഇതാണ് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത്. അപ്പം നമുക്കിനി അത് അടുത്ത് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ VCC ഈ ട്രാൻസിസ്റ്ററും ഫോക്കസ് ആവുന്നേ ഉള്ളൂ. ഈ ട്രാൻസിസ്റ്ററും ഇതും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്ലസ് പോയിൻ്റ് ഇതുകൊണ്ട് ഈ പ്ലസ് പോയിൻറ്റും നമ്മൾ ആ പിന്നിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഈ കാണുന്ന നടുക്കത്തെ പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമണാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇൻപുട്ടും കൊടുക്കുന്നത്. മോട്ടറിൻ്റെ മൈനസും ഇതിലോട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അല്ല സോറി, തെറ്റിപ്പോയി. ഈ മോട്ടറിൻ്റെ ഇതും വരുന്നത് ഇവിടെ തന്നെയാണ്. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന ഗ്രൗണ്ട്. നമ്മൾ മോട്ടറിൻ്റെ പ്ലസ് പോയിൻ്റ് ഇവിടുന്ന് കൊടുക്കുന്നു, മോട്ടറിൻ്റെ മൈനസ് ഇവിടുന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി മോട്ടറിലോട്ടുള്ള പ്ലസ് കണക്ഷൻ നമ്മളിവിടെ കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിവിടെ കിഴിച്ചിട്ട് നമ്മുടെ ഓസ് എടുക്കാനുള്ളൂ. ഈ മോട്ടറിൻ്റെ വയർ എടുക്കാനുള്ള ഒരു ചെറിയ കിഴുത്ത് നമ്മളിവിടെ ഇടേണ്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത അത് ചെയ്യാം. അപ്പം ഈ അടപ്പ് നമ്മൾ കറക്റ്റ് സെൻറ്ററായിട്ടൊരു കിഴുത്ത് ഇടുന്നു. അതായത് ഈ ഓസ് ഇതിനകത്തൂടി ഇങ്ങനെ ഇറങ്ങിപ്പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കിഴുത്താണ് നമ്മളിടുന്നത്. അപ്പോൾ അതും ഇടും. നമ്മളൊരു വയർ എടുക്കാനുള്ള കിഴുത്തിടും, അതായത് മോട്ടറിൻ്റെ വയർ. അപ്പോൾ ഇനി അടുത്ത അത് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ഈ മോട്ടർ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ അടപ്പ് കിഴിച്ചു, ഈ ഓസും വെളിയിലോട്ടെടുത്തു, ഈ വയറും വെളിയിലോട്ടെടുത്തു. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ മോട്ടറും നമ്മുടെ ഈ പ്രോക്സിമിറ്റി സെൻസറും ഈ ട്രാൻസിസ്റ്ററും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഇനിയുള്ള കണക്ഷൻ സിമ്പിളാണ്. അതായത് മോട്ടറിൻ്റെ മൈനസ് കണക്ഷനും ഈ ഇൻപുട്ട് വരുന്ന മൈനസ് കണക്ഷനും കൂടെ ഈ സെൻസറിൻ്റെ നടുക്കത്തെ ലെഗിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുക. സെൻസറിൻ്റെ നടുക്കത്തെ ലെഗിലേക്ക് സോൾഡർ ചെയ്തിട്ട് മോട്ടറിൻ്റെ പ്ലസ് പോയിൻ്റ് ഈ ലെഗിലേക്ക് സോൾഡർ ചെയ്യുക. അതോടെ നമ്മുടെ സർക്യൂട്ടിൻ്റെ കണക്ഷൻ എല്ലാം കൊടുക്കും തീർന്നു. പിന്നെ നമുക്കിത് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്താൽ മതി. ഇത് എല്ലായിടത്തും ഫിക്സ് ചെയ്യണം. അതായത് നമ്മുടെ ഇതിനകത്ത് നമുക്ക് സെൻസറിൻ്റെ ഇത് സെറ്റ് ചെയ്യാം. പവറൊക്കെ എത്ര അകലത്തിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ അടുത്ത് വരുന്നതിൻ്റെ അകലെ നമുക്ക് ഇത് തിരിക്കുന്നിടം വഴി സെറ്റ് ചെയ്യാം. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇവിടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്ക് ഇനി പോസിറ്റീവും വരും. ഈ സെൻസറിൻ്റെ നടുക്കത്തിലേക്ക് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അതായത് ഇൻപുട്ട് വരുന്ന ഈ ഗ്രൗണ്ടും മോട്ടറിൻ്റെ ഗ്രൗണ്ടും നമ്മൾ അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കണക്ഷൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളത് ഇതിൻ്റെ സോൾഡറിങ് വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇത് നമ്മളെല്ലാം സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ കണക്ഷനും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ചുമ്മാ ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നമുക്ക് പിന്നെ നോക്കാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ എന്താ ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തിയിരിക്കുന്നു. ഇപ്പം വേണേൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മോട്ടർ ഇറങ്ങുന്ന സൗണ്ട് കേട്ടോ. നമ്മൾ അടുത്ത് കൊണ്ടുവരുന്ന മോട്ടർ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിനി ഇതിനകത്ത് ഹാൻഡ് വാഷ് ഫിക്സ് ചെയ്യുവാണ്. ഇതുവഴി വരും. അതിൻ്റെ വീഡിയോ ഇനി നമുക്ക് അത് നോക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കാണിച്ചു തരാം. വെള്ളം വരുന്നത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്. നമ്മളിനി കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, അന്നേരം വെള്ളം വരും. ഇപ്പം ഞാൻ ഇതിനകത്ത് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാനിവിടെ ഹാൻഡ് വാഷ് ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയില്ല. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. നമുക്ക് ഹാൻഡ് വാഷോ സാനിറ്റൈസറോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. അത് അതുപോലെ തന്നെ വർക്ക് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എന്നിട്ട് ഓളെന്നാക്കുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. പിന്നെ നമുക്കിതൊരു ഓൺലൈനിൽ ഇതിൻ്റെ ഒരു കിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ കിറ്റിന് ഏകദേശം 800 രൂപയോളം വില വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ഇതാകാതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനത്തിന് മാത്രമേ 200 രൂപ മുടക്കിയിട്ടുള്ളൂ. ബാക്കി മോട്ടർ ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുമായിരുന്നു. അത് നമുക്ക് ഒത്തിരി യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടല്ല, ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഒരു DC മോട്ടോർ പമ്പ് ഉണ്ടാക്കുന്നതെന്ന്. വെള്ളം അടിക്കുന്നത് പമ്പ് സാധാ നമ്മുടെ 3 രൂപയ്ക്കും 5 രൂപയ്ക്കും കിട്ടുന്ന മോട്ടോർ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അത് വെച്ച് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ
ഇതിന് 200 രൂപ, അങ്ങനെ 40 രൂപ, അങ്ങനെ 100 രൂപ, ഒരു 10-300 രൂപയ്ക്കകത്ത് നമുക്ക് ഇതിനകത്തുള്ള ഏകദേശം. ഓൺലൈനിൽ നിന്ന് കിറ്റ് സഹിതം മേടിക്കുകയാണ് അവർ 800 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്നാലും അത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.